നമ്മളിന്ന് കാടുവെട്ടലാണ് നമ്മുടെ മെയിനായിട്ട് പരിപാടി. നമ്മളെ നാട്ടിൻപുറത്തുള്ള അതേപോലെയല്ല. മലയോര മേഖലകളിൽ കളകൾ വളരെ വേഗത്തിലാണ് വളർന്ന് നമ്മുടെ വിളകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നത്. ഇതുപോലുള്ള കളകളൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എളുപ്പത്തിലും വേഗത്തിലും നമ്മൾ വെട്ടി തീർക്കാറുള്ളത്. ഇതിൽപ്പെട്ട വലിയ മരങ്ങളൊക്കെ കത്തിക്ക് നമ്മൾ സെപ്പറേറ്റ് വെട്ടി ഒഴിവാക്കും. ഇതുപോലുള്ളവ നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് മെഷീന് വേഗത്തിൽ അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. തോട്ടങ്ങൾ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കലാണ് അതിൽ ഏറ്റവും വലിയ കാര്യമുള്ളത്. കുറഞ്ഞ തൈകളാണെങ്കിൽ പോലും ഉള്ള തൈകൾക്ക് കൃത്യമായ സമയങ്ങളിൽ വളവും വെള്ളവും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും നമുക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. കാട് വെട്ടുന്ന സമയത്ത് നമ്മുടെ ഡ്രിപ്പിങ്ങിൻ്റെ പൈപ്പിനൊക്കെ ബ്ലേഡ് പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മെയിൻ ലൈനിലാണ് ബ്ലേഡ് കുടുങ്ങിയിട്ട് ഒരു 2 സൈഡ് സ്റ്റിക്കർ ഉണ്ട്. സാധാരണ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് 2 സൈഡ് സ്റ്റിക്കറാണ്. പക്ഷേ യാതൊരു കാര്യവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഒറ്റയടിക്ക് തന്നെ വെള്ളം രണ്ടാമത് പൈപ്പ് പൊട്ടി പുറത്തേക്ക് തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ വർക്കുകളൊക്കെ ഏകദേശം ഫുൾ സ്റ്റോപ്പ് ഇട്ട് തിരികെ നാട്ടിലേക്ക് വീണ്ടും കാണാം.